ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി വിളിക്കപ്പെട്ടിരിക്കുന്നത് ലോകത്തിൻ്റെ ഉണർത്തു പാട്ടുകാരനാകാനാണ്. ആ മുൾച്ചെടി ഇങ്ങനെ നെഞ്ചിൽ അമർത്തി പിടിച്ച് തൻ്റെ ആദ്യത്തെ അവസാനത്തെയും ഏകമായ പാട്ട് അവൻ പാടിത്തുടങ്ങും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അച്ഛൻ ഇന്ന് ഒരു കഥ പറഞ്ഞു തുടങ്ങിയാണ്. ഈ കഥ വരാപ്പുഴ രൂപതയിലെ ബഹുമാനപ്പെട്ട വാരിയത്തച്ഛൻ വിൻസെൻ്റ് വാരിയത്തച്ഛൻ തൻ്റെ ഒരു പുസ്തകത്തിൽ എഴുതിയ ഒരു കഥയാണ്. പുരോഹിതന്മാരെ കുറിച്ചുള്ള ഒരു പുസ്തകത്തിൽ എഴുതിയ ഒരു കഥയാണ്. കഥ ഇങ്ങനെയാണ്. സെൽറ്റിക് ഐതിഹ്യത്തിലെ ഒരു പക്ഷിയെക്കുറിച്ചാണ്. ഈ കഥ നമ്മൾ പലതവണ കേട്ടിട്ടുള്ളതാണ്, എങ്കിലും ഇതൊരു പ്രത്യേക രീതിയിൽ അച്ഛൻ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ പക്ഷിയെ വിളിക്കുന്നത് മുൾച്ചെടി പക്ഷി എന്നാണ്. അതായത് തോൺ ബേർഡ്, മുൾച്ചെടി പക്ഷി. അതായത് ഈ പക്ഷിക്ക് ബോധം ഉദിച്ച നാൾ മുതൽ കൂട് വിട്ട് അകലുന്ന ആ നിമിഷം, അതായത് ഇതിന് ബോധം വരുമ്പോൾ ഇതിൻ്റെ കൂട്ടിൽ നിന്ന് ഇത് അകലുന്ന ആ നിമിഷം മുതൽ ഈ പക്ഷി അന്വേഷിക്കുന്നത് മുൾച്ചെടിയെയാണ്. അതാണ് ഇതിനെ മുൾച്ചെടി പക്ഷി എന്ന് പറയുന്നത്. ഈ പക്ഷി മുൾച്ചെടി കണ്ടെത്തി കഴിയുമ്പോൾ മുള്ള് നെഞ്ചോട് ചേർത്ത് അവൻ്റെ ആദ്യത്തെയും അവസാനത്തെയും പാട്ട് പാടുകയാണ്. ആ മുൾച്ചെടി ഇങ്ങനെ നെഞ്ചിൽ അമർത്തി പിടിച്ച് തൻ്റെ ആദ്യത്തെ അവസാനത്തെയും ഏകമായ പാട്ട് അവൻ പാടിത്തുടങ്ങും. ഈ നെഞ്ചിൽ തറച്ചിരിക്കുന്ന മുള്ള്, അത് നെഞ്ചിലിങ്ങനെ ആ മുള്ള് തറച്ചാൽ മാത്രമേ ഈ പക്ഷിക്ക് പാട്ട് പാടാൻ പറ്റുള്ളൂ. ആ മുള്ള് നെഞ്ചിലുണ്ടെങ്കിൽ, ഹൃദയത്തിലുണ്ടെങ്കിൽ ഈ പക്ഷി പാടുകയുള്ളൂ. പാട്ട് പാടി 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 അതതിൻ്റെ ഉച്ചസ്ഥായിയിലെത്തുമ്പോൾ ഇതിൻ്റെ ഹൃദയം കീറിപ്പറിഞ്ഞ് അവിടെ പെടഞ്ഞ് ആ പക്ഷി മരിക്കുന്നു. പക്ഷേ ആ ഒരൊറ്റ പാട്ട് മതി പ്രപഞ്ചം മുഴുവൻ ഉണരാനായിട്ട്. ആ ഒരൊറ്റ പാട്ട് പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ, ലോകത്തിൻ്റെ മുഴുവൻ, നാടിൻ്റെ മുഴുവൻ ഉണർത്തുപാട്ടായിട്ട് മാറുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു ക്രിസ്ത്യാനി അല്ലെങ്കിൽ ക്രിസ്തുവിനെ അറിഞ്ഞൊരു വ്യക്തി, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി വിളിക്കപ്പെട്ടിരിക്കുന്നത് ലോകത്തിൻ്റെ ഉണർത്തു പാട്ടുകാരനാകാനാണ്. നമ്മുടെ ഒരു വാക്ക്, നമ്മുടെ ഒരു പ്രവൃത്തി, നമ്മുടെ ഒരു സാന്നിധ്യം നമ്മുടെ ചുറ്റുപാടുമുള്ളവരെ ഉണർത്താനായിട്ട് സാധിക്കണം. ഉണർത്തുക എന്ന് പറഞ്ഞാൽ ആത്മാവിലുള്ള അഭിഷേകം കൊടുക്കാനായിട്ട് സാധിക്കണം. ആത്മാവിലുള്ള കൃപകൾ കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അങ്ങനെ കൃപകൾ കൊടുക്കാൻ വിളിക്കപ്പെട്ടവരായിരുന്നു പഴയ നിയമത്തിലെ ഇടയന്മാർ, പ്രവാചകന്മാർ, നീതിമാന്മാർ, ന്യായാധിപന്മാർ. പക്ഷേ ജെറമ്യായുടെ കാലഘട്ടത്തിൽ, ജെറമ്യായുടെ പുസ്തകം 23-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വചനം വായിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും, എന്തു പറ്റി ഈ യഹൂദ ജനത്തിന്, ഇസ്രയേൽക്കാരുടെ ഇടയന്മാർക്ക് എന്തു പറ്റി എന്ന് ചോദിക്കേണ്ടതായിട്ട് വരും. കാരണം എന്താണെന്നറിയോ? അവിടെ ഇങ്ങനെ ആൾക്കാർക്ക് സാക്ഷികളാകേണ്ടവർ, നേതൃത്വം കൊടുക്കേണ്ട ഇടയന്മാർ അവിടെ എന്താണ് ചെയ്യുന്നതെന്ന് ആ ജെറമ്യായുടെ പുസ്തകം 23-ാം അധ്യായം 1 മുതലുള്ള 6 വരെയുള്ള വചനങ്ങളിൽ ആദ്യത്തെ ഭാഗം ഇങ്ങനെയാണ്. ഈ ഇടയന്മാരെന്ത് ചെയ്യും? ആടുകളെ ചിതറിക്കുന്നു. ആടുകൾ ചിതറപ്പെട്ട് കഴിഞ്ഞാൽ എന്താ അവിടെ സംഭവിക്കുക? അവിടെ ദുഃഖമുണ്ടാകും, ഭയമുണ്ടാകും, ഏകാന്തതയുണ്ടാകും. കാരണം ഒറ്റപ്പെട്ടു പോകും. അതാണ് ചിതറിക്കുക. ആടുകളെ ചിതറിക്കുന്നു. രണ്ടാമത്തേതോ, ആടുകളെ പരിപാലിക്കുന്നില്ല. അതേ നേതൃത്വം കൊടുക്കേണ്ടവർ, സാക്ഷികളാകേണ്ടവർ, അഭിഷേകം കൊടുക്കേണ്ടവർ ആടുകളെ പരിപാലിക്കുന്നില്ല. ഇതിൻ്റെ ഫലം എന്താ പറ്റുന്നത്? ആടുകൾക്ക് ദാരിദ്ര്യം, രോഗങ്ങൾ, അവസാനം മരണം. അപ്പം ഈ ഒരു ദുർഗതി അവിടെ ആടുകൾക്ക് വരാൻ കാരണം സാക്ഷ്യം വഹിക്കേണ്ടവർ, വചനം കൊടുക്കേണ്ടവർ, ദൈവത്തെ കൊടുക്കേണ്ടവർ അത് ചെയ്യാതെ നടക്കുന്ന, അവർ പരിപാലിക്കുന്നില്ല. നേരെ മറിച്ച് അവർ ചിതറിക്കുന്നു. മൂന്നാമത്തേത്, ഇതൊന്നും ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, ജെറമ്യ പറയാണ് അവർ ആടുകളെ ആട്ടി ഓടിക്കുന്നു. അപ്പോൾ അവർ ആടുകൾ ഒറ്റപ്പെട്ടു പോകുന്നു, അവർ വഴിയറിയാതെ പോകുന്നു. വന്യമൃഗങ്ങൾ, കൂടോത്രങ്ങൾ, സർപ്പദോഷങ്ങൾ, അന്ധകാര ശക്തികൾ, ബാധകൾ, ദുർഭൂതങ്ങളുടെ മുൻപിൽ പോയി
ഈ ആടുകൾ പെട്ടുപോകും. കൈനോട്ടക്കാരുടെ അടുത്ത്, കൈവശക്കാരൻ്റെ അടുത്ത്, സെക്റ്റുകളുടെ അടുത്ത്, പല വിധത്തിലുള്ള ഗ്രൂപ്പുകളിൽ ചെന്ന് ഇവർ പെട്ടുപോകും. അവസാനം ആത്മാവിൻ്റെ നാശം, അത് സമ്പത്തിൻ്റെ നാശം. അങ്ങനെ ചില സെക്റ്റുകളിലൊക്കെ പോയിട്ട് ആത്മാവ് നഷ്ടപ്പെട്ട് സമ്പത്തും നഷ്ടപ്പെട്ട് തിരികെ വരാൻ പറ്റാത്ത അവസ്ഥയിൽ എത്രയോ ആൾക്കാരുള്ളതെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ പ്രിയപ്പെട്ടവർ, അങ്ങനെയുള്ള അവസ്ഥയായിരുന്നു ജെറമ്യയുടെ കാലത്ത് ഇസ്രായേൽക്കാർ. ഇവിടെ ആ അധ്യായത്തിൽ 21:1-6 വരെയുള്ള 2-ാം ഭാഗത്ത് ദൈവം ഇടപെടുകയാണ്. ദൈവം ഇങ്ങനെ പറയുന്നുണ്ട്, ഇങ്ങനെ തൻ്റെ ആടുകൾ, തൻ്റെ ദൈവജനം ഇങ്ങനെ നശിക്കാൻ പാടില്ല. അഭിഷേകം കിട്ടാതെ, വചനം കിട്ടാതെ, ദൈവസ്നേഹം കിട്ടാതെ, ശുശ്രൂഷകൾ ലഭിക്കാതെ, കുർബാന കിട്ടാതെ അവർ നശിക്കാൻ പാടില്ല, വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ. അപ്പം അതുകൊണ്ട് ഇസ്രായേൽ ജനം നശിക്കാൻ പാടില്ലാത്തത് കൊണ്ട് ദൈവം ഇടപെടുകയാണ്. സൃഷ്ടാവായ ദൈവം ഇടപെടുന്നു. തൻ്റെ സൃഷ്ടികൾ ഇങ്ങനെ കൃപകളില്ലാതെ മന്ദബുദ്ധികളായിട്ട് നശിക്കുന്നതിന് ദൈവം ആഗ്രഹിക്കുന്നില്ല. അതിനാൽ ദൈവം ഇടപെടുന്നു. ഇപ്പം 2-ാം ഭാഗത്ത് ജെറമ്യ പറയുന്നുണ്ട്, അവശേഷിച്ചവയെ ശേഖരിക്കുന്നു, അവയെ വാലയിലേക്ക് കൊണ്ടുവരുന്നു, എന്നിട്ട് അവർക്ക് ഒരു സ്വർഗം പണിയുന്നു. ഇനി അവരാരെയും ഭയപ്പെടേണ്ട, അവർക്ക് പെരുകാൻ സാധിക്കും. ഇങ്ങനെ ദൈവം പലതവണ ഇടപെടും. നല്ല പ്രവാചകന്മാരെ അയക്കും, നല്ല നീതിമാന്മാരെ അയക്കും, ന്യായാധിപന്മാരെ അയക്കും. ആ സമയത്ത് ജനങ്ങൾ ശേഖരിക്കപ്പെടും, ആലയിലേക്ക് വരും, സ്വർഗം പണിയപ്പെടും. അങ്ങനെ നല്ലൊരു ധ്യാനം കൂടുമ്പോൾ, നല്ലൊരു ശുശ്രൂഷ പങ്കെടുക്കുമ്പോൾ ഒക്കെ നമ്മൾ മടങ്ങി വരും. പക്ഷെ പിന്നെയും ഏറ്റക്കുറച്ചിലുകൾ വരികയാണ്. അതുകൊണ്ട് ജെറമ്യയുടെ പുസ്തകത്തിൽ അവസാന ഭാഗം ദൈവം ഒരു തീരുമാനം എടുക്കുക, എന്നേക്കുമായിട്ടൊരു പരിഹാരം ഉണ്ടാകണം. അതിന് ഒരു സൂപ്പർ ഇടയൻ, സൂപ്പർ ഹീറോ എന്ന് വേണം വിളിക്കാം, ഒരു ഐഡിയൽ ഇടയനെ ലോകത്തിലേക്ക് അയക്കണം. അതാ ജെറമ്യ പറയുന്നത്. അങ്ങനെ ഒരു ഐഡിയൽ ഇടയൻ, ഒരു സൂപ്പർ ഇടയൻ ദാവീദിൻ്റെ ഗോത്രത്തിൽ ഒരു മുള നാമ്പിടുന്നു. ഉണ്ടോ? ദാവീദിൻ്റെ ഗോത്രത്തിൽ ഒരു മുള നാമ്പിടുന്നു. ഔസേപ്പിതാവ് ദാവീദിൻ്റെ ഗോത്രക്കാരനാണ്, മറിയവും ദാവീദിൻ്റെ ഗോത്രത്തിൽപ്പെട്ടതാണ്. അപ്പോൾ വരുമ്പോൾ ആ മുളയിൽ ഒരു നാമ്പിടുന്നു. ജെറമ്യ വിളിക്കുന്നത് നീതിയുടെ മുളയെന്നാണ്. എൻ്റെ പ്രിയപ്പെട്ടവര്, അപ്പോൾ ഒരു ഐഡിയൽ ഹീറോ, ഒരു ഐഡിയൽ ഇടയന്, ഒരു രക്ഷകന് ജെറമ്യ പ്രഖ്യാപിക്കുകയാണ്, പ്രവചിക്കുകയാണ്. ഈ ജെറമ്യയുടെ പ്രവചനം പൂർത്തീകരിക്കപ്പെടുന്നത് മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 30 മുതൽ 34 വരെയുള്ള. അവിടെ ഈശോയെ അന്വേഷിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ആൾക്കാർ വരാൻ കാരണമുണ്ട്. ഈശോ തൻ്റെ ശിഷ്യന്മാരെ വചനം പ്രഘോഷിക്കാനായിട്ട് അയച്ചു. 72 പേരെ അയച്ചു. അവർ പോയി എല്ലാ സ്ഥലങ്ങളിലും വചനം പ്രഘോഷിച്ചു. കർത്താവിൻ്റെ നാമത്തിൽ അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിച്ചു. കർത്താവിൻ്റെ നാമത്തിൽ തൈലം പൂശി രോഗികളെ സുഖപ്പെടുത്തി. അങ്ങനെ അവരുടെ വചനങ്ങളെ ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും കൊടുത്ത് സ്ഥിരീകരിച്ചു കൊണ്ടിരുന്നു. ഇതിൻ്റെ ഫലമായിട്ട് കർത്താവിൻ്റെ അടുത്തേക്ക് ആയിരക്കണക്കിന്, 10,000-കണക്കിന് ആൾക്കാരെ വരികയാണ്. അപ്പം ഇവരെ കണ്ട് അനുകമ്പ തോന്നുന്ന ഒരു ഇടയനെ മർക്കോസിൻ്റെ സുവിശേഷം നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തുകയാണ്. ഈ ഇടയനില്ലാത്ത ആടുകളെ കണ്ടപ്പോൾ, ഭക്ഷണമില്ലാത്ത ആടുകളെ കണ്ടപ്പോൾ, വേദനിക്കുന്ന ആടുകളെ കണ്ടപ്പോൾ, നമുക്കറിയാമല്ലോ വയറ് ഏറ്റവും വലിയ വിളിയാണ്. അത് കണ്ടപ്പോൾ ഈശോയ്ക്ക് അവരോട് അനുകമ്പ തോന്നുകയാണ്. ആടുകളോട് അനുകമ്പ കാണിക്കുന്ന ക്രിസ്തു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ ഐഡിയൽ ഹീറോ, ആ ഐഡിയൽ ഇടയൻ, നമ്മുടെ രക്ഷകൻ, ആ രക്ഷകനിലേക്കാണ് നമ്മെ ഏവരെയും ഇന്ന് കർത്താവ് ഈ ശുശ്രൂഷയിലൂടെ വിളിക്കുന്നത്. അതാണ് വിശുദ്ധ പൗലോസ് എഫേസുസുകാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 13-18 മർക്കോസിൻ്റെ ആ വചനത്തെ ഈ പൗലോസ്ലീഗ സ്ഥിരീകരിക്കുക. പൗലോസ്ലീഗയെ സംബന്ധിച്ചിടത്തോളം ആ ഉണർത്ത് പാട്ടുകാരൻ കർത്താവ് ഈശോയ. ആ കുരിശിൽ കിടന്ന് ആ ചങ്കില് ലൊഞ്ചീനൂസ് എന്ന് പറയുന്ന ആ കണ്ണുപൊട്ടനായ പട്ടാളക്കാരൻ കർത്താവിൻ്റെ നെഞ്ചില് കുന്തം കുത്തിത്തറച്ചില്ലേ, ആ നിമിഷം കർത്താവ് ജീവൻ വെടിഞ്ഞ ആ ഒരു വലിയ ഉണർത്തുപാട്ട്.
ലോകത്തിന് മുഴുവൻ സ്വർഗം കൊടുത്ത ഉണർത്തുപാട്ട്. ചിതറിക്കപ്പെട്ടതിനെ ശേഖരിക്കാനുള്ള തൻ്റെ ശരീരം കൊടുത്തുകൊണ്ട്, മാംസം കൊടുത്തുകൊണ്ട്, തൻ്റെ രക്തം കൊടുത്തുകൊണ്ട് സകല ജനങ്ങളെ ശേഖരിക്കാനും പെറ്റുപെരുകാനും സ്വർഗം നമ്മുടെ മുൻപിൽ പണിയപ്പെടുവാനും കർത്താവിൻ്റെ വചനപ്രഘോഷണം നമുക്കറിയാലോ. ഇതാ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുദപിക്കുവിൻ. അപ്പം പാപം ഉപേക്ഷിച്ചുകൊണ്ട് മരണത്തെ തോൽപ്പിച്ച് ദൈവരാജ്യ സാക്ഷാത്കാരം നമ്മുടെ ഭവനങ്ങളിൽ, കുടുംബങ്ങളിൽ വരാൻ കർത്താവിൻ്റെ ശരീരം സ്വീകരിച്ച് ഈ ലോകം മുഴുവൻ ദൈവത്തിൻ്റെ മിസ്റ്റിക്കൽ ബോഡി, ക്രിസ്തുവിൻ്റെ മിസ്റ്റിക്കൽ ബോഡി ആയിട്ട് മാറാൻ, അതാണ് സഭ. അതിലേക്കുള്ള വലിയ വിളിയാണെന്ന് പൗലോസ്ലീഹ നമ്മളെ പഠിപ്പിക്കുകയാണ്. പൗലോസ്ലീഹയുടെ വാക്കുകളിൽ ചിതറിക്കപ്പെട്ട എല്ലാവരും യേശുനാമത്തിൽ ഒന്നാകുന്നു. ഒരേ ആത്മാവ്, ഒരേ ഈശോ, ഒരേ വിശ്വാസം, ഒരേ ദൈവസ്നേഹം. അതിലേക്കാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ ക്രിസ്തുവിൻ്റെ സമാധാനമാണ് നമ്മുടെ എല്ലാവരുടെ ഐശ്വര്യത്തിൻ്റെ ഉറവിടമെന്നും പൗലോസ്ലീഹ പഠിപ്പിക്കുകയാണ്. അതോടുകൂടി എന്തു പറ്റുമെന്നറിയാം, ഈശോ എന്ന ഇടയൻ്റെ തിരുരക്തം കൊണ്ട്, തിരുശരീരം കൊണ്ട് നമ്മുടെ ഇടയിലുള്ള ഭിന്നതകളും ശത്രുതകളുടെ മതിലുകൾ തകർക്കപ്പെടുമെന്ന് പൗലോസ്ലീഹ പഠിപ്പിക്കുന്നു. എഫേസ്യർക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 13 മുതൽ 18 വരെ വായിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും, ആ നല്ല ഇടയൻ നമുക്ക് വേണ്ടി മരിച്ചതിലൂടെ ശത്രുതയുടെ, തിന്മയുടെ കെട്ടുകളെല്ലാം ബന്ധിക്കപ്പെട്ടിരിക്കുക, ദുർഭൂതങ്ങളെ ബഹിഷ്കരിച്ചിരിക്കുക, മാറാരോഗങ്ങളെ ബന്ധിക്കാനുള്ള കഴിവ് ലഭിച്ചിരിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം.